to TMA food channel. My name is Tisvi. നമ്മൾ ഇന്ന് എളുപ്പത്തിൽ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്മൈലി ഫേസ് ആണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തുക. എങ്കിലും പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മെസ്സേജ് വഴി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്മൈലി ഫേസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ സ്മൈലി ഫേസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ മീഡിയം സൈസുള്ള വേവിച്ച ഒരു പൊട്ടറ്റോയാണ് ആദ്യം വേണ്ടത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പറാണ്. എരിവിനനുസരിച്ച് മാത്രം ഇടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പറിക്ക ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇത് ഓപ്ഷനിലാണ്, യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം നമുക്കതിലേക്ക് 1/4 കപ്പ് ബ്രെഡ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നോടം വരെ കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് സ്മൈലി ഫേസ് തയ്യാറാക്കാം. നമുക്കിത് ചപ്പാത്തി പരത്തുന്ന പോലെ ഒരു സൈഡ് നമുക്കൊന്ന് പരത്താം. പക്ഷെ ഒരുപാട് തിന്നാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. നമ്മുടെ ചപ്പാത്തി പലകയിലേക്ക് നമുക്ക് അല്പം ഫ്ലവർ ഇട്ട് കൊടുക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. നമ്മുടെ സാധാരണ വീടുകളിൽ ഇതിൻ്റെ കട്ടറൊക്കെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമുക്കിത് സാധാരണ രീതിയിൽ എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഗ്ലാസ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കണ്ണിൻ്റെ ഭാഗം സ്ട്രോ വെച്ചിട്ടാണ് ഹോൾ ഉണ്ടാക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള തവി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വാഴയുടെ ഭാഗം ഞാനിതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു മുഴുത്ത സ്പൂണായാലും മതിയാവും. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കുക്കാവാതെ ഇതങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ സ്മൈലി ഫേസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.